ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷോപലക്ഷം ഹാജിമാർ പരിശുദ്ധമായ കഅബാലയത്തിലേക്ക് യാത്ര ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹജ്ജ് പുണ്യമായ പ്രവൃത്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിട്ട് പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിലേക്ക് നാം കാലെടുത്തു വെച്ചിരിക്കുകയാണ്. ഇനി ഹജ്ജിന്റെ നിമിഷങ്ങളാണ്. ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് ലക്ഷോപലക്ഷം വിശ്വാസികൾ പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുന്ന നിമിഷങ്ങളാണ്. ലക്ഷോപലക്ഷം ഹാജിമാർ ആ പുണ്യമായ ഭൂമിയിൽ സംഗമിക്കുകയാണ്. നാഥന്റെ വിളിക്ക് ഉത്തരം നൽകി മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളിയാളത്തിന് ഉത്തരം നൽകി ആ പുണ്യമായ ഭൂമിയിൽ ഹജ്ജിനു വേണ്ടി സംഗമിക്കുമ്പോ ഹജ്ജിന് അല്ലാഹു നൽകുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? അൽ ഹജ്ജു യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും ഹജ്ജിലൂടെ പൊറുക്കപ്പെടുമെന്ന് ഹബീബായ പ്രവാചകൻ അവിടെ നിന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാണ്, ഒരു മനുഷ്യൻ ഹജ്ജ് നിർവഹിക്കാൻ വേണ്ടി കടന്നു ചെല്ലുകയാ. ഒരു മനുഷ്യനതാ പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക് വേണ്ടി പുണ്യമായ കഅബാലയത്തിങ്കൽ കടന്നു ചെന്ന് ഹജ്ജ് നിർവഹിക്കുകയാണ്. ഫലം യറഫസ് വലം യഫ്സുഖ്. ആ ഹജ്ജിന്റെ വേളയിൽ, ആ ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾക്കിടയിൽ അല്ലാഹു നിഷിദ്ധമാക്കിയതൊന്നും അവൻ ചെയ്യുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയതൊന്നും അവന്റെ വാക്കിലോ പ്രവൃത്തിയിലോ ഇല്ല. മോശമായ വർത്തമാനങ്ങളില്ല, മോശമായ സംസാരങ്ങളില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കലില്ല, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തലില്ല. അല്ലാഹുവിന്റെ തൃപ്തിക്കായി അല്ലാഹുവിന്റെ കൽപ്പനകൾ കൃത്യമായി പാലിച്ചുകൊണ്ടൊരു മനുഷ്യന് ഹജ്ജ് നിർവഹിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെയാണ് വിട പറഞ്ഞ നാട്ടിലേക്ക് വരുന്നതെന്നറിയുമോ? പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് കഅബാലയത്തോട് സലാം പറഞ്ഞ് ഇദാഇന്റെ തവാഫും ചെയ്തവൻ വീട്ടിലേക്ക്, നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ അവന്റെ ഹൃദയം വല്ലാതെ നീറുന്നുണ്ടാവാം, അവന്റെ ഹൃദയത്തിൽ വല്ലാത്ത പ്രയാസമുണ്ടാവാം. ആ കഅബാലയത്തെ പുണ്യഭൂമിയെ വിട പറയുന്നതിന്റെ വല്ലാത്ത വേർപാടിന്റെ വേദന അവന്റെ ഹൃദയത്തിലുണ്ടാവാം. പക്ഷേ അവനക്കുള്ള സന്തോഷ വാർത്ത എന്തെന്നറിയുമോ? അവന്റെ ഉമ്മയവൻ പ്രസവിച്ച സമയത്തുള്ള, അവന്റെ ഉമ്മ പ്രസവിച്ച സമയത്ത് അവൻ എത്രത്തോളം പരിശുദ്ധനാണോ, എത്രത്തോളം അവൻ പരിശുദ്ധനാണോ, അതുപോലെയാണ് അവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുണ്യമായ ഹജ്ജിന്റെ പ്രതിഫലങ്ങൾ പറഞ്ഞു തരികയാണ്. ഹജ്ജ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കൽ നിർബന്ധമായ കഴിവും പ്രാപ്തിയുമുള്ള നിബന്ധനകൾ പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം നിർബന്ധമാകുന്ന പുണ്യമായ ഹജ്ജ് എന്ന് പറയുന്ന അമൽ, ആ അമൽ ചെയ്യാൻ നാം എല്ലാവരും കൊതിക്കുന്നവരാണ്. അറിഞ്ഞ കാലം മുതൽ പരിശുദ്ധമായ കഅബാലയത്തെ ഖിബ്ലയാക്കി നാം നമസ്കരിക്കുമ്പോൾ ആ കഅബാലയത്തെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ടൊന്ന് കാണണമെന്ന് നമ്മുടെ മനസ്സിൽ അതിയായ ആഗ്രഹമുണ്ട്. ആ പുണ്യമായ കഅബാലയത്തിലേക്ക് കടന്നു പോകണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ആ കഅബാലയത്തിന്റെ മതാഫിലൂടെ നഗ്നപാതരായി നടക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ആ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ച് പൊട്ടിക്കരഞ്ഞ് ആ കഅബാലയത്തിൽ മുഖം കുത്തിയിട്ട് റബ്ബിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. കണ്ണെടുക്കാതെ കഅബാലയത്തെ നിറകണ്ണുകളോടുകൂടി കാണണമെന്ന് നമുക്ക് ആഗ്രഹമുള്ളവരാണ് നാം. പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളുടെ പേരിൽ, നമ്മുടെ സമ്പാദ്യത്തിന്റെ കുറവ് മൂലം, സാഹചര്യങ്ങളുടെ പേരിൽ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എത്രയോ ആഗ്രഹിക്കുന്ന ആളുകൾ ആ പുണ്യമായ ഭൂമിയിലേക്കൊന്ന് പോകാൻ അതിയായി മനസ്സുകൊണ്ട് കൊതിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ആ കഅബാലയത്തെ ഒന്ന് കാണാൻ,
പുണ്യമായ ആ ഭൂമിയിലെത്തിയിട്ട് ഒരു ഹജ്ജ് നിർവഹിക്കാൻ, ഒരു ഉംറ നിർവഹിക്കാൻ വല്ലാതെ ആഗ്രഹിക്കുന്നവർ നമുക്കിടയിലുണ്ട്. പക്ഷേ നമുക്ക് സാധിക്കുന്നില്ല, പലർക്കും സാധിക്കുന്നില്ല. അല്ലാഹു നമുക്കെല്ലാവർക്കും ആ പുണ്യമായ ഭൂമിയിലെത്തി മഖബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നാൽ സാഹചര്യങ്ങൾ കാരണം ഹജ്ജും ഉംറയും നിർവഹിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഒരു സന്തോഷ വാർത്ത ഹബീബായ പ്രവാചകൻ ഇവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ ഇവിടുന്ന് പറഞ്ഞു തരുന്ന ചില അമലുകളുണ്ട്. ഹബീബായ പ്രവാചകൻ ഇവിടുന്ന് പറഞ്ഞു തരുന്ന ചില പുണ്യമായ പ്രവർത്തനങ്ങളുണ്ട്. ആ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അതിന് ലഭിക്കുന്ന പ്രതിഫലം ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് ഒന്നാമതായി പറഞ്ഞു തരികയാണ്. പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായിട്ട് പറഞ്ഞു തരികയാ. ഒരു ദിവസം പുണ്യമായ മദീന മുനവ്വറയിലെ മസ്ജിദുൻ നബവിയുടെ മിഹ്റാബിന്റെ ചാരത്ത് പ്രവാചകൻ ഇരിക്കുകയാണ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലോട്ട് സ്വഹാബത്തിൽപ്പെട്ട ഏതാനും ചില ആളുകൾ കടന്നു വരികയാ. ഹബീബായ പ്രവാചകന്റെ സ്വഹാബത്തിലെ പട്ടിണി പാവങ്ങളായ ദാരിദ്ര്യത്തിന്റെ തീച്ചൂളയിൽ കിടന്ന് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിക്കാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ വല്ലാതെ അഷ്ടിക്ക് വകയില്ലാതെ പ്രയാസപ്പെടുന്ന സ്വഹാബത്തിൽപ്പെട്ട ഏതാനും ചില ആളുകൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. വളരെയേറെ വിഷമത്തോടെ, സങ്കടത്തോടെ, പ്രയാസത്തോടെ, നിറകണ്ണുകളോടെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, ذهب الدثور من الأموال بالدرجات العلى والنعيم المقيم. ഹബീബായ പ്രവാചകനോടൊരു സങ്കടം ബോധിപ്പിക്കാൻ വന്നതാണ്. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്കൊരു പരാതിയുണ്ട്, ഒരു വിഷമമുണ്ട്, ഒരു സങ്കടമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ذهب الدثور من الأموال بالدرجات العلى والنعيم المقيم. അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങളിൽപ്പെട്ട സമ്പന്നന്മാരായ ആളുകളുണ്ടല്ലോ, സമ്പന്നന്മാരായ സഹാബത്തുണ്ടല്ലോ, ലക്ഷപ്രഭുക്കളായ സഹാബത്തുണ്ടല്ലോ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ സഹാബത്തിലെ സമ്പന്നന്മാരായ ആളുകളുണ്ട്. ആ പട്ടിണി പാവങ്ങളായ സഹാബത്ത് അവിടുന്ന് പറയുകയാണ്, ഞങ്ങളിൽപ്പെട്ട സമ്പന്നന്മാരായ ആളുകൾ ബിദ്ദറജാത്തുൽ ഉലാ വന്നഈമിൽ മുഖീം, അവരൊരു നിമിഷവും ഉന്നതമായ പദവികൾ നേടിക്കൊണ്ടിരിക്കുകയാണ് നബിയെ. ഉന്നതമായ പ്രതിഫലങ്ങൾ അവർ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാ. ഉന്നതമായ സ്വർഗീയമായ ദറജാത്തുകൾ അവർ നേടിക്കൊണ്ടിരിക്കുകയാണ്. യുസല്ലൂന കമാ നുസല്ലി വയസൂമൂന കമാ നസൂമു യാ റസൂലല്ലാഹ്, ഞങ്ങളും അവരും നമസ്കരിക്കുന്നത് ഒരേപോലെയാണ്. അവര് നമസ്കരിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും നമസ്കരിക്കുന്നത്. വയസൂമൂന കമാ നസൂമു, അവര് നോമ്പ് പിടിക്കുന്നത് പോലെ തന്നെയാണ് ഞങ്ങളും നോമ്പ് പിടിക്കുന്നത്. നമസ്കാരത്തിന്റെയും നോമ്പിന്റെയും എല്ലാം വിഷയത്തിൽ ഞങ്ങൾ തുല്യരാണ്. പക്ഷേ അവരെങ്ങനെയാണ് ഞങ്ങളെക്കാൾ ഉന്നതി നേടുന്നതെന്നറിയുമോ? എങ്ങനെയാണ് അവർ ഞങ്ങളെക്കാൾ ഉയർന്ന പ്രതിഫലങ്ങൾ കരസ്ഥമാക്കുന്നതെന്നറിയുമോ? വലഹും ഫളു അംവാലിൻ യഹുജ്ജൂന ബിഹാ വയഅതമിറൂന വയുജാഹിദൂന വയതസദ്ദഖൂൻ. യാ റസൂലല്ലാഹ്, അവർക്ക് ധാരാളം സമ്പാദ്യമുണ്ട് നബിയേ, ധാരാളം പണം അവർക്കുണ്ട് നബിയേ. യഹുജ്ജൂന ബിഹാ വയതമിറൂൻ, ആ സമ്പാദ്യമുള്ളതിന്റെ പേരിൽ അവർക്ക് ഹജ്ജിന് പോകാൻ കഴിയുന്നുണ്ട്, അവർക്ക് ഉംറ നിർവഹിക്കാൻ കഴിയുന്നുണ്ട്. വയുജാഹിദൂന വയതസദ്ദഖൂൻ,
അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി നൽകാൻ അവർക്ക് കഴിയുന്നുണ്ട്. അവരുടെ മുമ്പിൽ ജീവിതത്തിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, വിശപ്പകറ്റാൻ വേണ്ടി ഒരു മനുഷ്യൻ കടന്നു വന്നാൽ ആ മനുഷ്യന് സദഖ നൽകാൻ അവർക്ക് കഴിയുന്നുണ്ട്. കാരണം അവർക്ക് ധാരാളം സമ്പാദ്യമുണ്ട് നബിയെ. ആ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജും ഉംറയും ജിഹാദും എല്ലാം അവർ ചെയ്യുന്നതിന്റെ പേരിൽ ഞങ്ങളെക്കാൾ ഉയർന്ന പദവികൾ അവർ നേടുകയാണ്. യാ റസൂലല്ലാഹ്, നാളെ പടച്ചവന്റെ പരലോകത്തെത്തുമ്പോ ഞങ്ങൾ അവരെക്കാൾ ബഹുദൂരം പിന്നിലായി പോകുമല്ലോ നബിയെ. ഞങ്ങൾക്ക് വല്ലാത്ത സങ്കടമുണ്ട്, ഞങ്ങൾക്ക് വല്ലാത്ത വിഷമമുണ്ട്, സങ്കടമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ സ്വഹാബത്തിൽപ്പെട്ട ദരിദ്രരായ ആളുകൾ വന്നിട്ട് സങ്കടം പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, അലാ ഉഖ്ബിറുകും, നിങ്ങളുടെ സങ്കടം മാറാൻ ഞാനൊരു മാർഗം പറഞ്ഞു തരട്ടെ, നിങ്ങൾക്കൊരു വഴി ഞാൻ പറഞ്ഞു തരട്ടെ, ഒരു അമല് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരട്ടെ, ഒരു സൽക്കർമ്മം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മുറുകെ പിടിക്കുമോ? ആ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജ് ചെയ്യുന്ന, ഉംറ ചെയ്യുന്ന, ജിഹാദ് ചെയ്യുന്ന, സദഖകൾ ചെയ്യുന്ന സമ്പന്നന്മാരായ ആ ആളുകൾ ചെയ്യുന്ന ഹജ്ജിന്റെയും ഉംറയുടെയും എല്ലാം അടിസ്ഥാനപരമായ പ്രതിഫലം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനാത്തുകളോട്, അയൽവാസി ഹജ്ജിന് പോകുമ്പോ, കുടുംബക്കാരിൽപ്പെട്ട ആളുകളെ ഹജ്ജിന് പോകുമ്പോ, കൂട്ടുകാര് ഹജ്ജിന് പോകുമ്പോ, ഉംറയ്ക്ക് പോകുമ്പോ എനിക്കിതിനെ സാധിക്കുന്നില്ലല്ലോ എന്നോർത്ത് കരയുന്ന, വല്ലാതെ സങ്കടപ്പെടുന്നവരില്ലേ? ആ പ്രതിഫലം ലഭിക്കാതെ വല്ലാതെ പ്രയാസപ്പെടുന്നവരില്ലേ? അവർക്കുള്ള മാർഗമാണിത്. അവർക്ക് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നേടാനുള്ള അമലാണിത്. സഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പറഞ്ഞു തന്നാലും നബിയെ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞു കൊടുക്കുകയാ, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന. ഹബീബായ പ്രവാചകൻ അവിടെ പറയുകയാണ്, ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. ഓരോ നമസ്കാര ശേഷവും, സുബ്ഹിക്ക് ശേഷം, ളുഹറിന് ശേഷം, അസ്റിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാ നമസ്കാരത്തിന് ശേഷം, ഓരോ ഫർദ് നമസ്കാരത്തിന് ശേഷവും 33 സുബ്ഹാനല്ലാഹ് പറയുമോ? 33 അൽഹംദുലില്ലാഹ് പറയുമോ? 33 അല്ലാഹു അക്ബർ പറയാൻ കഴിയുമോ? ഖൽഫ കുല്ലി സ്വലാത്തിൻ 33. ഓരോ നമസ്കാരങ്ങൾക്ക് ശേഷവും 33 സുബ്ഹാനല്ലാഹും 33 അൽഹംദുലില്ലാഹും 33 അല്ലാഹു അക്ബറും പറയാൻ നിങ്ങൾക്ക് സാധിക്കുമല്ലോ. അത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ സമ്പന്നന്മാരായ ആളുകൾ അവരുടെ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി പോകുമ്പോ ആ ഹജ്ജും ഉംറയുമെല്ലാം നിർവഹിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബായ പ്രവാചകൻ അവിടുന്ന് ഒന്നാമത്തെ അമല് പഠിപ്പിച്ചു തരികയാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയുന്ന ഒന്നാമത്തെ അമല് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാഹ്, 33 അല്ലാഹു അക്ബർ. ഓരോ നമസ്കാര ശേഷവും പ്രിയപ്പെട്ട പെങ്ങന്മാരെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനെ, മുഅ്മിനത്തെ നമ്മുടെ ജീവിതത്തിൽ അത് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കരസ്ഥമാക്കുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ, അത് നേടുവാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. രണ്ടാമതായിട്ട് പ്രവാചകൻ ഇവിടുന്ന് പറഞ്ഞു തരികയാണ്, ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുന്ന രണ്ടാമത്തെ അമൽ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരികയാ, മൻ സല്ലൽ ഗദാത ഫീ ജമാഅ, പള്ളിയിൽ
നിന്ന് സുബഹി ബാങ്കുയരുമ്പോ, പള്ളി മിനാരത്തിൽ നിന്ന് സുബഹി ബാങ്കുയരുമ്പോ ആ ബാങ്കിന് ഉത്തരം നൽകിയിട്ട് പള്ളിയിലോട്ട് തിരിച്ചു വരാൻ നിനക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിനു വേണ്ടി കടന്നു വന്ന് ജമാഅത്തായിട്ട് സുബഹി നിർവഹിക്കുമോ? ജമാഅത്തായി ഇമാം ജമാഅത്തായി സുബഹി നമസ്കരിക്കണം. നമസ്കാരം കഴിഞ്ഞിട്ട് സലാം വീട്ടിയിട്ട് ധൃതിയിലെഴുന്നേറ്റോടലല്ല, ധൃതിയിലെഴുന്നേറ്റ് പള്ളിയിൽ നിന്നിറങ്ങിയോടലല്ല. അല്ലാഹുവിന്റെ സ്മരണയിലായി, ദിക്റിലായി, ദുആയിലായി, തിലാവത്തിലായി പള്ളിയിൽ കഴിഞ്ഞുകൂടണം. സുബഹി ജമാഅത്തായി നമസ്കരിച്ച് ആ സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടണം. സൂര്യോദയം വരെ, സൂര്യനുദിക്കുന്നത് വരെ അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടണം. പിന്നീട് പിന്നീട് സുന്നത്താക്കപ്പെട്ടിട്ടുള്ള 2 റക്അത്ത് നിർവഹിക്കണം. 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കണം. അല്ലാഹുവിന്റെ മുമ്പിൽ ആത്മാർത്ഥമായി 2 റക്അത്ത് നമസ്കരിക്കണം. ഇത്രയും നീ ചെയ്തു കഴിഞ്ഞാൽ സുബഹി നമസ്കാരത്തിന് പള്ളിയിൽ വന്ന് ജമാഅത്തായി നമസ്കരിച്ച് ആ ജമാഅത്ത് നമസ്കാരത്തിന് ശേഷം അല്ലാഹുവിന്റെ സ്മരണയിലായി, ദിക്റിലായി സുബ്ഹാനല്ലാഹ് പറഞ്ഞ്, അൽഹംദുലില്ലാഹ് പറഞ്ഞ്, അല്ലാഹു അക്ബർ പറഞ്ഞ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് ഖുർആൻ പാരായണം ചെയ്ത് അല്ലാഹുവിനോട് ദുആ ചെയ്ത് അല്ലാഹുവിന്റെ സ്മരണയിലായി കഴിഞ്ഞുകൂടി സൂര്യോദയത്തിന് ശേഷം സുന്നത്താക്കപ്പെട്ടിട്ടുള്ള 2 റക്അത്ത് നമസ്കരിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ലഭിക്കുന്നത് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ ഒന്ന് പഠിപ്പിക്കുകയാണ്. 2 സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ച് ആ ജമാഅത്തിന് ശേഷം അല്ലാഹുവിന്റെ ദിക്റിലായി കഴിഞ്ഞുകൂടി സൂര്യോദയം കഴിഞ്ഞ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അല്ലാഹു ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു തരികയാണ്. ഹജ്ജിന്റെയും ഉംറയുടെയും ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന 3ാമത്തെ അമൽ ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ അടുക്കലേക്ക് ഒരു സഹാബി, ചെറുപ്പക്കാരനായ സഹാബി കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി പോരാടാൻ കടന്നു പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പരിശുദ്ധമായ ദീനിനു വേണ്ടി ജിഹാദ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. രണാങ്കണത്തിൽ ഊരിപ്പിടിച്ച വാളുമായി ഇസ്ലാമിന് വേണ്ടി ചാടിയിറങ്ങി ശത്രുക്കളെല്ലാം വകവരുത്തിയിട്ട് ഇസ്ലാമിന് വിജയം നേടിക്കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നബിയേ, എനിക്ക് ജിഹാദിന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ സാഹചര്യങ്ങൾ അതിനുവദിക്കുന്നില്ല നബിയെ. എന്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കൽ വന്നിട്ട് സങ്കടം പറയുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടോ? നിന്റെ മാതാവോ പിതാവോ ജീവിച്ചിരിക്കുന്നുണ്ടോ? ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ഉമ്മ ഹയാത്തിലുണ്ട്, എന്റെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ട്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നുണ്ട്. ഹബീബായ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, എങ്കിൽ നിന്റെ മാതാവിന് നീ സേവനം ചെയ്യുക, എങ്കിൽ ആ മാതാവിന് നീ ഖിദ്മത്ത് ചെയ്യുക, ആ മാതാവിനോട് നീ നല്ല രീതിയിൽ പെരുമാറുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്തോഷിപ്പിക്കുക, അവർക്ക് സഹായങ്ങൾ ചെയ്യുക, അവർക്ക് താങ്ങായി തണല
അവർക്ക് നീ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുത്ത് അവരെ നിനക്ക് സംരക്ഷിക്കാൻ കഴിയുമോ? അവർക്ക് നീ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകാൻ നിനക്ക് കഴിയുമോ? എങ്കിൽ നിനക്ക് ഹജ്ജിന്റെയും ഉംറയുടെയും ജിഹാദിന്റെയും എല്ലാം പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീടിന്റെ ഒരു റൂമിൽ പാവപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ രോഗത്തിന്റെ പിടിയിലമർന്ന് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് കിടഞ്ഞുകൂടുന്നുണ്ടല്ലോ. അവരുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് ചിരിച്ച മുഖത്തോടു കൂടി കടഞ്ഞു നിന്ന് അവരുടെ പ്രയാസങ്ങളെല്ലാം നീക്കിക്കൊടുത്ത് അവർക്ക് സഹായം ചെയ്തവരോട് നല്ല വാക്ക് പറഞ്ഞ് അവരെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും സംരക്ഷിക്കാനും നിനക്ക് കഴിഞ്ഞാൽ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലമാണ് നിനക്ക് ലഭിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കൾക്ക് ഉപകാരം ചെയ്യുന്ന മനുഷ്യന് ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം ലഭിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹ്. നബിയുനാ റസൂലുള്ളാഹ് അടുത്തതായി റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തരികയാണ്, നിന്റെ ഒരു സഹോദരനു വേണ്ടി അവന്റെ ആവശ്യം നിർവഹിക്കാൻ, അവനക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ, അവനക്കൊരു ഉപകാരം ചെയ്യുന്നതിനു വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ, നിന്റെ സഹോദരന്റെ ആവശ്യ പൂർത്തീകരണത്തിനു വേണ്ടി നീ ഒരു യാത്ര നടത്തി കഴിഞ്ഞാൽ, നിന്റെ സഹോദരന്റെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ചവന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കാൻ നീ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, അതോ ഹജ്ജിന് ശേഷം രണ്ടാമതൊരു ഹജ്ജിന് പോകുന്നതിനേക്കാൾ, ഒരു ഹജ്ജ് കഴിഞ്ഞെടുത്ത ഹജ്ജിന് പോകുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണെന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഫളല് കൊണ്ട് റഹ്മത്ത് കൊണ്ട് ഈ അമലുകളെല്ലാം ജീവിതത്തിൽ മുറുകെ പിടിച്ച് മഖബൂലും മബ്റൂറുമായ ഹജ്ജിന്റെ പ്രതിഫലം നേടുന്ന സൗഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.